ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 2-3 ദിവസങ്ങളായിട്ട് വിശ്വാസികൾക്ക് വലിയ ഒരു മനോഭാരമുണ്ടാക്കുന്ന ഒരു വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം അത് കൃത്യമായിട്ട് എല്ലാവരുടെ അടുത്തും എത്തിയിട്ടില്ല. പലരുടെയും അതിന്റെ വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒത്തിരി പേർക്ക് കൺഫ്യൂഷനുണ്ട്. ഈ കാര്യത്തെക്കുറിച്ച് എനിക്കും മനോപീഡയുണ്ട്. കാരണം അനേകം പേരുടെ ഫോൺ കോളുകൾ ഈ ദിവസം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നോട് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷയിൽ ബന്ധമുള്ള ആൾക്കാരാണ് എന്നെ വിളിക്കുന്നത്. മാത്രമല്ല, ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ചില അഭിമന്യ പിതാക്കന്മാരായിട്ടും ആത്മീയ പിതാക്കന്മാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരാള് ഇന്നലെ രാത്രിയിൽ എന്നെ ഫോൺ ചെയ്തിട്ട്, ഒരാളെന്ന് പറയുന്ന ഒരു റിട്ടയർഡ് കോളേജ് അധ്യാപകനാണ്, ശുശ്രൂഷ മേഖലയിൽ വ്യാപരിക്കുന്നയാളാണ്. വചന ശുശ്രൂഷ മാത്രമല്ല, ഇടവകയിലെ മതാധ്യാപന ശുശ്രൂഷയിലൊക്കെ സഹകരിക്കുന്ന നല്ല ഒരു കത്തോലിക്ക മതവിശ്വാസിയാണ് അദ്ദേഹം. എന്റെ ധ്യാനം കൂടിയിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ധ്യാനിച്ചിട്ടുണ്ട്. ഒത്തിരി ധ്യാന ഗുരുക്കന്മാരുമായിട്ട് പരിചയമുള്ള ആളുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രതികരണം എന്നെ അല്പം ഭാരപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഒരു ഡോക്യുമെന്ററി ഇറങ്ങി, സ്പാനിഷ് ഭാഷയിലുള്ളത്. പക്ഷേ ആ ഡോക്യുമെന്ററിയിൽ മാർപ്പാപ്പ കത്തോലിക്ക സഭ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത, പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ അംഗീകരിച്ച രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അതിന്റെ കുറെ വിശദാംശങ്ങളിലേക്ക്, അതിന്റെ ആധികാരികമായിട്ടുള്ള ചില മേഖലകളിലേക്ക് ഞാൻ പോവുകയും ചെയ്തു. നമുക്കൊരു കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കാനുണ്ട്. സഭയുടെ ഔദ്യോഗികമായ പ്രബോധനമാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും അനുസരിക്കേണ്ടതും. സഭയുടെ ഔദ്യോഗികമായ ഈ മേഖലയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗികളായിട്ടുള്ള, അതില് LGBT, ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, അതാണ് ഈ LGBT സംഘടന അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സംഘടനയല്ല, LGBT ഗ്രൂപ്പ്. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തമ്മിലുള്ള, സ്ത്രീകളോടുള്ള സ്വർഗാനുരാഗം, അല്ലെങ്കിൽ പുരുഷന്മാർ അങ്ങനെയുള്ളത്. ഗേ എന്ന് പറയുന്ന പുരുഷന്മാർ തമ്മിലുള്ള ഈ സ്വർഗാനുരാഗം. അതുപോലെ ബൈസെക്ഷലുണ്ട്, ട്രാൻസ്ജെൻഡറുണ്ട്. ഇങ്ങനെയുള്ള ഈ സമൂഹത്തിൽപ്പെട്ടവരോടുള്ള സഭയുടെയും എല്ലാവരുടെയും മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പുള്ള പല പ്രതികരണങ്ങളിലും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറയും: ഇവരെ നമ്മൾ പാപികളെന്ന മുദ്ര കുത്തി ഒറ്റപ്പെടുത്തുകയോ തള്ളിക്കളയുകയോ ചെയ്യരുത്. അത് സഭയുടെ കാഴ്ചപ്പാട് തന്നെയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2358 അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്വവർഗാനുരാഗ സ്വഭാവമുള്ള വ്യക്തികളോടുള്ള സഭയുടെ മനോഭാവം, അത് അവരെ പുറന്തള്ളുന്നതോ പാപികളെന്ന് മുദ്ര കുത്തുന്നതോ ആകരുത്. ഞാനിപ്പോ പെട്ടെന്ന് എന്റെ മുമ്പിലേക്ക് ഒരു ചിത്രം വന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന ഉള്ള മോശയുടെ നിയമം ഒട്ടും തെറ്റാതെ പാലിച്ചിരുന്ന യഹൂദ ജനതയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആ സ്ത്രീയെ മോശയുടെ നിയമം അനുസരിച്ച്, യഹൂദ നിയമം അനുസരിച്ച് പാപിനിയാണ്, പാപത്തിൽ പിടിക്കപ്പെട്ടവളാണ്, അവരുടെ നിയമം അനുസരിച്ച് ശിക്ഷാർഹയാണ്. എന്നാൽ നിയമം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ നിയമത്തെ യഹൂദ ജനത വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും
അതിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചും ജനങ്ങൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളത് നമുക്കറിയാം. പക്ഷേ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള 6-ാം പ്രമാണ ലംഘനം ദൈവം തന്നെ നൽകിയതാണ്. പാപിനിയായ സ്ത്രീയോട് കർത്താവ് കാണിച്ച കരുണ, അവളെ ശിക്ഷിച്ചില്ല, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ ആശീർവദിച്ച് പാപമോചനം കൊടുത്ത് പറഞ്ഞു വിട്ട ഈശോയുടെ കരുണയാണ് സഭയുടെയും അരൂപിയിൽ ഉണ്ടാകേണ്ടത്. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഒരു ശൈലി. അതുകൊണ്ട് അദ്ദേഹം ബ്യൂണസ് അയർസിലെ മെത്രാപോലിത്തായിരുന്ന കാലത്തും ഈ സ്വർഗാനുരാഗികളുടെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതേ ആശയമാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളത്. എന്നാൽ സഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ശരി തെറ്റുകളെ വിവേചിച്ച് അല്ലെങ്കിൽ അത് നിർവചിച്ച് പഠിപ്പിക്കുമ്പോൾ സഭയുടെ സിനഡിൽ ചർച്ച ചെയ്ത് എല്ലാ മെത്രാന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് അതിന്റെ കരട് രൂപം തയ്യാറാക്കി പിന്നീട് വളരെയേറെ പഠനങ്ങൾക്കും പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സഭ ഔദ്യോഗികമായി വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച കാര്യങ്ങൾ അധ്യവസാനം ചെയ്ത് പഠിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇതാണ് സഭയുടെ സ്റ്റാൻഡ്. മാർപ്പാപ്പ ഇതിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ അറിയണം. പക്ഷെ ഒത്തിരി പേർക്ക് അത് സ്കാൻഡൽ ആകുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ലിബറൽ ചിന്താഗതിക്കാരനായതുകൊണ്ട് പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തും. ഈ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന് പ്രത്യേകമായ ഒരു ക്രമം സഭയിലുണ്ട്. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭ എന്ത് പഠിപ്പിക്കുന്നു എന്ന് അങ്ങനെ എന്തൊരു ചിന്തയുള്ളവർക്ക് വേണ്ടി ഞാൻ സഭ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നും പിന്നീട് വന്ന പല സഭാ ചർച്ചകളിലും സമ്മേളനങ്ങളിലും സഭ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ സ്വവർഗാനുരാഗ വിവാഹത്തെ അനുകൂലിക്കുന്നതല്ല, എതിർക്കുന്നതാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ ചാക്രിക ലേഖനത്തിൽ പോലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തെ കുറിച്ച് പ്രബോധനമല്ല ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് സഭ പറഞ്ഞതൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2358 പറഞ്ഞിരിക്കുന്നതും 59 പറഞ്ഞിരിക്കുന്നതും ഞാനത് വായിക്കാം. രൂഢമൂലമായ സ്വവർഗഭോഗ പ്രവണതയുള്ള സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം അവഗണിക്കാവുന്നതല്ല. വസ്തുനിഷ്ഠമായി ക്രമരഹിതമായി ഈ പ്രവണത അവരിൽ ഭൂരിഭാഗത്തിനും ഒരു പരീക്ഷണം തന്നെയാണ്. ആദരവോടും സഹാനുഭൂതിയോടും പരിഗണനയോടും കൂടി അവരെ സ്വീകരിക്കണം. അവർക്കെതിരെ അന്യായമായി വിവേചനത്തിന്റെ സൂചനകളൊന്നും ഉണ്ടാകരുത്. ഈ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ക്രിസ്ത്യാനികളെങ്കിൽ തങ്ങളുടെ അവസ്ഥയിൽ നിന്നുളവാകുന്ന ബുദ്ധിമുട്ടുകളെ കർത്താവിന്റെ കുരിശിലെ ബലിയോട് ചേർക്കുവാനും അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് സഭ പറഞ്ഞത്. ഇതിനോടുള്ള സഭയുടെ മനോഭാവം അവരെ പാപികളെന്ന മുദ്രകുത്തി പുറന്തള്ളുന്ന മനോഭാവമല്ല. അങ്ങനെ ആകരുതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവർക്കെതിരെ അന്യായമായ വിവേചനത്തിന്റെ സൂചനകളൊന്നും ഉണ്ടാകരുത്. ഇവരുടെ സിവിൽ മാരേജിന്റെ കാര്യത്തിലും മാർപ്പാപ്പ പറഞ്ഞത് അവർക്ക് കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബത്തോട് ചേർന്ന് പോകാനായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാകണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അതിൽ നിന്ന് അദ്ദേഹം പ്രബോധനം നൽകിയത്. അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററിയിൽ വന്നിരിക്കുന്ന അങ്ങനെ തന്നെയാണോ, സത്യമാണോ മാർപ്പാപ്പ പറഞ്ഞു എന്ന് റോമിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഡോക്യുമെന്ററിയിൽ പറയുന്നതല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ഡോക്യുമെന്റ് പറഞ്ഞിട്ടുള്ള സഭയുടെ ഡോക്യുമെന്റ് എന്ത് പറയുന്നു? CCC ആണത്, ഡോക്യുമെന്ററി അല്ലത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: അവരെ നമ്മൾ തള്ളിക്കളയരുത്, അവരോട് കരുണ കാണിക്കണം, അവരെ നമ്മൾ കൂട്ടിച്ചേർത്ത് നിർത്തണം. സ്വവർഗഭോഗ പ്രവണതയുള്ള വ്യക്തികൾ ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. 2359 പറഞ്ഞു. ആന്തരിക സ്വാതന്ത്ര്യം അഭ്യസിക്കുന്ന ആത്മനിയന്ത്രണത്താലും ചിലപ്പോൾ സ്വാർത്ഥരഹിതമായ സുഹൃത്ബന്ധത്തിന്റെ സഹായത്താലും പ്രാർത്ഥനയുടെ കൗദാശി കൃപാവരത്തിന്റെ ശക്തിയാലും അവർക്കത് ക്രമേണയായും തീർച്ചയായും ക്രിസ്തീയ പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കേണ്ടതാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ സ്കാൻഡൽ ഉണ്ടായി. ഇന്നലെ എന്നോട് സംസാരിച്ച ആ ബഹുമാന്യനായ അധ്യാപകൻ എന്നീ ശുശ്രൂഷ പഠനത്തിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, എന്നോട് സംസാരിച്ചവരുടെ എല്ലാം ഇന്ന് വൈകുന്നേരത്തെ ഈ ശുശ്രൂഷ പങ്കെടുക്കണം ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റൊന്നുകൊണ്ടുമല്ല, ഇവിടെ ഇക്കാര്യത്തെ കുറിച്ച് സഭ ഇങ്ങനെ പറയുന്നു. ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 29 വരെയുള്ള വചനങ്ങളില് സോദോം ഗൊമോറയുമായി ബന്ധപ്പെട്ട പാപത്തെ കുറിച്ച്
ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നാട് മുഴുവൻ നശിച്ചു പോകാൻ കാരണമായ ഒരു വലിയ ദുരന്തമായിരുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 24 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ മരണശിക്ഷാർഹമായ പാപമാണ് സ്വർഗ ഭോഗം എന്നുള്ള പാപം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 കൊരിന്തോസ് 6:10 അങ്ങനെയുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 തിമോത്തി 1:10 ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സഭയുടെ സ്റ്റാൻഡ്. പക്ഷേ അങ്ങനെയൊക്കെ പാപം ചെയ്യുന്നവരെല്ലാം പാപികളാണ്, അവർ സ്വർഗത്തിൽ പോയില്ല എന്നൊന്ന് വിധി പറഞ്ഞ് നമ്മൾ അവരെ പുറന്തള്ളരുത്. അവരുടെ സഹാനുഭൂതിയോടെ പെരുമാറണം, അവരെ നമ്മൾ സ്നേഹവലയത്തിൽ കൊണ്ടുവരണമെന്ന് മാർപ്പാപ്പ പറയുമ്പോൾ അത് ഈശോയുടെ ചൈതന്യമാണ്. ഏതാണ് ഈശോയുടെ ചൈതന്യം? പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ചൈതന്യം. പക്ഷേ സഭയോ ഈശോയോ പാപത്തെ ഒരു തരത്തിലും ന്യായീകരിച്ചിട്ടില്ല. ബൈബിളിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള, സ്ത്രീയും പുരുഷനും തമ്മിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വിവാഹ ബന്ധമാണ് ഈ ബൈബിളിലും സഭയിലും നൽകിയിരിക്കുന്ന സന്ദേശം. അതിന് വിരുദ്ധമായത് തീർച്ചയായിട്ടും സമൂഹത്തിൽ കിടപ്പുണ്ടിപ്പോൾ. പക്ഷെ സമൂഹത്തിലുള്ള ചില ക്രമരാഹിത്യങ്ങളെ, അത് ചിലരുടെ ബലഹീനതയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ആ വ്യക്തികളോട് നമ്മൾ കരുണയുള്ളവരായിരിക്കണം. അവരെ പാപികളെന്ന് മുദ്രകുത്തി അവരെ അകറ്റി നിർത്താൻ നമുക്ക് യോഗ്യതയില്ല. നമുക്ക് ആർക്കും അതിനുള്ള യോഗ്യതയില്ല, അതിനുള്ള അവകാശവും അധികാരവും ഇല്ല. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത്. എന്നാൽ ഈ കാലഘട്ടത്തില്, പ്രത്യേകിച്ച് കോവിഡിന്റെ പശ്ചാത്തലത്തില്, ഈ സാറിനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം ഒരിക്കൽ എന്നോട് കഴിഞ്ഞ മെയ് മാസത്തിൽ എന്നോട് ഫോണിലൂടെ സംസാരിച്ചു. ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോൾ വാട്സാപ്പിലൂടെ അദ്ദേഹം എന്നോട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, അച്ഛാ, പള്ളികൾ അടഞ്ഞു കിടക്കുന്നു, ധ്യാന കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുന്നു, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആത്മീയ ഉപദേശം കൊടുക്കേണ്ടവർ പോലും ഇപ്പൊ നിശബ്ദരായിരിക്കുന്നു, റോമിൽ നിന്ന് പോലും കൃത്യമായ ഒരു നിർദ്ദേശമൊന്നും വരുന്നില്ല തുടങ്ങി അനേകം അഭിപ്രായങ്ങൾ പറഞ്ഞ് അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായി. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ എന്റെ മറുപടി കൊടുത്തു. ഞാൻ ആ മറുപടി ഒന്നും ഇവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ എന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള കാര്യം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനം. ഈശോ പറഞ്ഞ ഒരു വചനമാണത്. എന്നിൽ ഇടറാത്തവർ ഭാഗ്യവാന്മാർ. ആരാണ് ഇടറാത്തവര്? നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരും യേശുവിനെ അനുഗമിക്കുന്നവരും യേശുവിനെ അനുസരിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് നമ്മളെ ക്രൈസ്തവർ എന്ന് വിളിക്കുക, ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരും ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളവരും അനുസരിക്കുന്നവരും അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളായത്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടം നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് പറയാം. യേശുവിനെ അനുഗമിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ അനുഗമിക്കുന്നവരെ നോക്കിയാണ് അനുഗമിക്കുന്നതെങ്കിൽ അപകടം. അപ്പൊ നമുക്കൊരു ചോദ്യം വേണേ ചോദിക്കാം. യേശുവിനെ അനുഗമിക്കുന്നവരെ അനുഗമിക്കുന്ന വല്ല തെറ്റുണ്ടോ? ഇപ്പൊ വിശുദ്ധാത്മാക്കളൊക്കെ നമ്മൾ അനുഗമിക്കുന്നില്ലേ? യേശുവിനെ കൃത്യമായി അനുഗമിക്കുന്നവരെ, ഇവരെ നിങ്ങൾ അനുഗമിച്ചുകൊള്ളുക എന്ന് സഭ ഔദ്യോഗികമായി ചൂണ്ടിക്കാണിച്ചു തരും. അവരാ വിശുദ്ധര്, നാമകരണം ചെയ്യപ്പെട്ട വിശുദ്ധര്. യേശുവിനെ അനുഗമിക്കുന്നതിൽ, യേശുവിനെ അനുസരിക്കുന്നതിൽ, യേശുവിൽ വിശ്വസിക്കുന്നതിൽ വീഴ്ച വരുത്താത്തവർ എന്ന് സഭ സമയവും കാലവും എടുത്ത് ശരിക്ക് പഠിച്ച് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ അവരെ അവതരിപ്പിക്കും. നാമകരണം ചെയ്ത് അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കും. അതിന് നല്ല പ്രോസസ് ഉണ്ട്. അവരെ അനുഗമിക്കാം. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം, യേശുവിനെ ഹൃദയത്തിൽ പൂജിക്കാത്തവർക്ക്, യേശുവിനെ ഹൃദയനാഥനായി സ്വീകരിച്ച് മുന്നേറാൻ പറ്റാത്തവർക്ക്, ഈ യേശുവിനെ അനുഗമിച്ചവരുടെ മാതൃക കണ്ടും അവരുടെ പ്രബോധനങ്ങൾ കേട്ടും അവരുടെ മധ്യസ്ഥം തേടിയുമുള്ള യാത്ര പോകുമ്പോൾ യേശു ഹൃദയത്തിൽ ഇല്ലെങ്കിൽ അപകടമുണ്ട്. യേശുവിന് പകരം ഈ വിശുദ്ധനെ ചിലപ്പം പ്രതിഷ്ഠിച്ചു എന്ന് വരാം. അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ യാത്ര, നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള മുന്നേറ്റം, അത്
യേശു കേന്ദ്രീകൃതമായിരിക്കണം. യേശുവിനെ നോക്കിക്കൊണ്ട്, യേശുവിന്റെ തിരുവചനം ശ്രവിച്ചുകൊണ്ട്, യേശുവിനെ അനുസരിച്ചുകൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കാണ് യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അവർക്ക് മാത്രമാണ് മറ്റുള്ളവരെ യേശുവിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുന്നത്. അവർക്ക് മാത്രമാണ് യേശുവിന്റെ രാജ്യമായ ദൈവരാജ്യം ഈ ഭൂമിയിൽ പ്രസരിപ്പിക്കാൻ, അല്ലെങ്കിൽ വലുതാക്കാൻ, പ്രചരിപ്പിക്കാൻ സാധിക്കുന്നു. ഈ സാറിന്റെ അടുത്ത് ഇന്നലെ രാത്രിയിൽ ഞാനൊരു അരമണിക്കൂർ നേരം സംസാരിച്ചു. ഈ അരമണിക്കൂർ നേരം സംസാരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞു. അച്ഛന്റെ പല പ്രസംഗങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുള്ളതുകൊണ്ടാണ് അച്ഛനെ വിളിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഈ പുരോഹിത വർഗം മുഴുവനോടും എനിക്കൊരു എതിർപ്പും വിമർശനമൊക്കെ എൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. ഞാൻ അനേകം ധ്യാന ഗുരുക്കന്മാരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ എനിക്ക് ഈ തെറ്റായിട്ടുള്ള ചില പ്രവണതകളും ശൈലികളും സഭയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ, എന്നിട്ട് അതൊക്കെ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചില മേഖലകൾ പറഞ്ഞു, ചില വിവാദങ്ങൾ കേരള സഭയിൽ ഉണ്ടായത്, ഭാരത സഭയിൽ ഉണ്ടായത്, തിരുസഭയിൽ പലപ്പോഴായി ഉണ്ടായിട്ടുള്ളതൊക്കെ സൂചിപ്പിച്ചു. അദ്ദേഹം എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ അതിലെ കേട്ടുകൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തെ ഇന്ററപ്റ്റ് ചെയ്യുകയോ അങ്ങനെ പറയരുതെന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറയട്ടെ, അതിന് മറുപടി കൊടുക്കാമല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ശാന്തതയോടെ ഇരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതൊക്കെ സത്യമായ കാര്യങ്ങളുമാണ്. കേരള സഭയിലും ഭാരത സഭയിലും തിരുസഭയിലും കാണപ്പെടുന്ന ഈ അധ്യാപകനെ പോലെയുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ആ സാറിനോട് പറഞ്ഞ കാര്യം ഇപ്പോൾ നിങ്ങളോട് ഒന്നോടെ പറയുകയാണ്. യേശുവിനെ അനുഗമിക്കുന്നതിന് പകരം യേശുവിനെ അനുഗമിക്കുന്നവരെ അനുഗമിക്കാൻ പോയാൽ അപകടമുണ്ട്. അവരെ നമുക്ക് അനുഗമിക്കാമോ? അത് ഞാൻ ഒന്ന് പറഞ്ഞു. യേശുവിനെ കറയും കുറവുമില്ലാതെ, കുറ്റവും തെറ്റുമില്ലാതെ അനുഗമിക്കാൻ ശ്രമിച്ച് വിജയിച്ചവര്, അവരെ തിരുസഭ അൾത്താരയിൽ അൾത്താര വണക്കത്തിന് യോഗ്യരെന്ന് പ്രഖ്യാപിച്ച് വിശുദ്ധരുടെ നാമകരണം ചെയ്ത് ഉയർത്തിയിട്ടുണ്ട്. അൽഫോൻസാമ അങ്ങനെയാണ്, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ അങ്ങനെയാണ്, എബ്രാസ്യാമ അങ്ങനെയാണ്, മറിയദ്രസ്യ പുണ്യവതി അങ്ങനെയാണ്, ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ അങ്ങനെയാണ്, മദർ തെരേസ അങ്ങനെയാണ്, പാദ്രെ പ്രിയ പുണ്യാളൻ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവര്, എന്താ ഞാൻ പറഞ്ഞു വരുന്നതല്ലോ, അവര് യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ ബലഹീനതകളും കുറവുകളും അവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം, നമുക്ക് പലപ്പോഴും, ഞാൻ അടക്കമുള്ളവർക്ക്, ഈ ബലഹീനതകളും കുറവുകളും മൂലം വീഴ്ച സംഭവിച്ചിട്ട് എഴുന്നേൽക്കാൻ താമസിക്കുകയോ എഴുന്നേൽക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവബോധമില്ലാതെ സാരമില്ലെന്ന് കരുതി പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഈ വിശുദ്ധാത്മാക്കൾ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് സഭ അവര് വീരോചിത സുഹൃതം പാലിച്ച് ജീവിക്കുന്നവരാണെന്ന് പ്രഖ്യാപിച്ചത്, നാമകരണം ചെയ്തത്. ഹീറോയിക് വെർച്യൂസ്, വീരോചിത സുഹൃതം. അവര് യേശുവിന് വേണ്ടി, യേശു അവതരിപ്പിച്ച സനാതന മൂല്യങ്ങൾക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി, സ്വർഗീയ ജീവൻ നൽകാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. അവരവരുടെ അനുവദിക്കപ്പെട്ട സുഖങ്ങൾ പോലും വേണ്ടെന്ന് വെച്ചു, സൗകര്യങ്ങളും സമ്മാനങ്ങളും വേണ്ടെന്ന് വെച്ചവരാ. അപ്പോൾ അങ്ങനെയുള്ളവരെ അനുഗമിക്കാം. പക്ഷേ അവര് അങ്ങനെ അനുഗമിക്കുമ്പോൾ പോലും, ഇന്ന് വൈകുന്നേരം ഞാൻ പെട്ടെന്നൊരു കാര്യം കുറച്ചു അത് സൂചിപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോലും എന്ത് ചെയ്യണമെന്ന് ഇന്ന് വൈകുന്നേരം ഷെക്കീന ടെലിവിഷനിൽ 9 മണിക്ക് ഞാൻ നൽകിയൊരു പ്രസംഗം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. 9 മണിക്ക് മാതൃഭക്തിയുമായിട്ട്, മാതാവുമായിട്ടുള്ള ബന്ധം, അതുമായിട്ട് ബന്ധപ്പെട്ട ഈ മാതാവിനോടുള്ള നമ്മുടെ ബന്ധവും, മാതാവിന്റെ മധ്യസ്ഥതയുള്ള പ്രാർത്ഥനയും, മാതൃഭക്തിയും യേശു കേന്ദ്രീകൃതമായ ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കണം. ഈ യേശു കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതം എന്ന് പറയുമ്പോൾ മാതാവ് പറഞ്ഞത് അത് തന്നെയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ മാതാവ് ചെന്ന് യേശുവിന്റെ അടുക്കൽ കാര്യം പറഞ്ഞിട്ട് സേവകരോട് പറഞ്ഞൊരു വാചകമാണ് മാതാവിന് ഇന്ന് നമ്മോടും പറയാനുള്ളത്: അവൻ പറയുന്നത് ചെയ്യുക. നിങ്ങൾക്കൊരു അത്ഭുതം വേണമെങ്കിൽ, നിങ്ങൾക്കൊരു സമ്മാനം വേണമെങ്കിൽ, ആദ്യം ഈശോ പറയുന്നത് കേൾക്കണം, അനുസരിക്കണം.
അപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പോ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ യേശു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ലിബറൽ ചിന്താഗതിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ യേശുവിൽ ഇടറാൻ ഇടവരികയില്ല. നമുക്ക് വേദനയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, മാർപ്പാപ്പ ഔദ്യോഗികമായി ഒരു തെറ്റ് പഠിപ്പിച്ചിട്ടില്ല. മാർപ്പാപ്പയുടെ തെറ്റാവരത്തെ ഇത് ബാധിക്കില്ല എന്നൊക്കെ അദ്ദേഹം എന്നോട് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ആൻഡ് മോറൽസ്, ഫെയ്ത്ത് ആൻഡ് മൊറാലിറ്റി, അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതാണ് ശരി, ഇത് തെറ്റ് എന്ന് ദൈവം നൽകിയ ഏറ്റവും വലിയ വെളിപാടിന്റെ സ്രോതസ്സായ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ, സഭയിലെ 2000 വർഷത്തെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്, അത് മാർപ്പാപ്പ ഒറ്റയ്ക്കല്ല, ഇൻ കൊളജിയാലിറ്റി വിത്ത് ദ ബിഷപ്സ്, മെത്രാൻ തിരുസംഘത്തിന്റെ തലവൻ എന്ന നിലയ്ക്ക്, വിശ്വാസികളുടെ തലവൻ എന്ന നിലയ്ക്ക് ഈ മെത്രാൻ തിരുസംഘവുമായി കൂടിച്ചേർന്നിട്ട് ആലോചിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും ഇത് ശരി ഇത് തെറ്റ് എന്ന് പറഞ്ഞ് പ്രബോധനം നൽകുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാൻ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു വരമാണ് ഈ തെറ്റാവരം. അത് വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച കാര്യങ്ങളിലാണ്. ഇപ്പോൾ ഈ ഡോക്യുമെന്ററിയിൽ മാർപ്പാപ്പ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഉറപ്പില്ല. അതിനെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. നമ്മുടെ മുമ്പിൽ അതിനൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഇല്ല. ഒരു ഡോക്യുമെന്ററിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് മാർപ്പാപ്പയുടെ ഒരു അഭിപ്രായമാണ് പറഞ്ഞതെങ്കിൽ, ഈ അഭിപ്രായം ഈ പ്രബോധനാധികാരത്തിന്റെ മേഖല അദ്ദേഹം നൽകുന്ന ഒരു പ്രബോധനമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തോട് നമുക്ക് യോജിപ്പില്ലായിരിക്കാം. അത് അഭിപ്രായമാണെങ്കിൽ, മാർപ്പാപ്പയുടെ വ്യക്തിപരമായ ഒരു ബോധ്യ അഭിപ്രായമാണ് എങ്കിൽ, നമുക്കതിനോട് യോജിപ്പില്ല എങ്കിൽ, നമ്മൾ തീർച്ചയായും ദൈവമേ അങ്ങയുടെ തിരികെ എന്തെന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. എന്നല്ലാതെ മാർപ്പാപ്പയെ കുറ്റപ്പെടുത്താനും മാർപ്പാപ്പ ബന്ധനത്തിലാണ്, അതാണ് ഇതാന്നൊക്കെ പറയാനും ഒരുമിച്ച് കൂടുന്നവരുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ പോകരുത്. കാരണം അത് ഞാൻ കണ്ടു. ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഒരാൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചു തന്നു. മാർപ്പാപ്പയ്ക്കെതിരെ അദ്ദേഹം മുൻപേ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സഭാ നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന പദ്ധതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ വ്യക്തി എനിക്ക് ഈ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും അച്ഛൻ്റെ തെറ്റ് തിരുത്തണം, മാർപ്പാപ്പ ന്യായീകരിക്കൽ അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെ അടിസ്ഥാന വിശ്വാസ ചൈതന്യം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. മാർപ്പാപ്പയ്ക്ക് തെറ്റു പറ്റിയാൽ പോലും യേശുവിലുള്ള എന്റെ വിശ്വാസം കുറയാൻ പോകുന്നില്ല. മാർപ്പാപ്പയ്ക്ക് തെറ്റു പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുകയാണ്. വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഒരു പക്ഷേ ഇതുപോലുള്ള വിമർശന വിധേയമാകാനുള്ള സാധ്യതകൾ കിടപ്പുണ്ടായിരിക്കും. പക്ഷേ സഭയുടെ തലവനെന്ന നിലയ്ക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ഒരു വരം ഉപയോഗിച്ച്, പരിശുദ്ധാത്മാവ് കൊടുത്ത അധികാരം ഉപയോഗിച്ച്, 2000 വർഷത്തെ പാരമ്പര്യത്തിന്റെ ശൈലി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ അടിത്തറയിൽ നിന്നുകൊണ്ട്, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ തെറ്റു പറ്റുന്നില്ല, അങ്ങനെ തെറ്റ് സഭ പഠിപ്പിക്കുന്നില്ലെന്ന് തന്നെ നമ്മളെല്ലാം വിശ്വസിക്കണം. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇതിന്റെ പേരിൽ നമ്മൾ സഭാവിരുദ്ധര്, സഭാ ശത്രുക്കൾ അവരുടെ കൂടെ കൂടി സഭയെ കരിവാരിത്തേക്കാൻ പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇനി ഈശോ പറഞ്ഞ വചനത്തിലേക്ക്, മത്തായി സുവിശേഷം 11:6 ഞാൻ പോവുകയാണ്. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അഭിഷിക്തര് എന്ന് പറയുന്ന ഒരു 3 ഗണത്തിൽപ്പെടും: മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികര്. അഭിഷിക്തര്, കർദിനാൾമാർ എന്ന് ഉത്തരപ്പെടുന്നവരായി മെത്രാന്മാരുടെ ഗണത്തിൽ തന്നെ അവര് പെടുക. അപ്പോൾ മാർപ്പാപ്പ, മെത്രാന്മാര്, വൈദികര്, ഇവരാണ് അഭിഷിക്തര്. പിന്നെ സന്യസ്തരുണ്ട്, അവർ സമർപ്പിതര്. അപ്പം ഇതില് ഈ അഭിഷിക്തരാണ് സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ പലർക്കും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, യേശുവിന്റെ വരവിന് ശേഷം സ്ഥാപിക്കപ്പെട്ട സഭയിലാണ് ഈ സ്ട്രക്ചർ, ഈ ഹൈറാർക്കി എന്ന് പറയുന്ന ഈ അവസ്ഥ വന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ പഴയ നിയമ ജനതയുടെ ഇടയിലും
പ്രധാന പുരോഹിതൻ, പിന്നെ ദൈവാലയ ശുശ്രൂഷിത പുരോഹിതന് ലേവി ഗോത്രത്തിൽപ്പെട്ട അങ്ങനെ വലിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവർക്ക് തെറ്റുകൾ പറ്റിയ ചരിത്രമുണ്ട് യേശുവിന്റെ വരവിന് മുൻപ്. അതുകൊണ്ടാണ് അവർ യേശുവിനെ കുരിശിൽ തറയ്ക്കേണ്ടി വന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2000 വർഷത്തെ ചരിത്രമുള്ള സഭയില് അവിടെ ഇവിടെ എല്ലാം പരാജയങ്ങളും തെറ്റുകളും സംഭവിച്ച സംഭവങ്ങളുണ്ട്. അതൊന്നും ഫെയ്ത്ത് ആൻഡ് മോറൽസിന്റെ കാര്യത്തിലല്ല. അതുകൊണ്ട് നമ്മൾ സഭയിൽ ഉള്ള നമ്മുടെ സജീവമായിട്ടുള്ള ജീവിതവും സഭയോട് ചേർന്നുള്ള പ്രവർത്തനവും ഒരിക്കലും താളം തെറ്റാൻ പാടില്ല. എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഇതിനു മുമ്പ് ഒരു വലിയ സംഭവം ഉണ്ടായപ്പോ സഭയിൽ ഒരു തർക്ക വിഷയം ഇങ്ങനെ ഉയർന്നു നിന്നപ്പോ, പ്രത്യേകിച്ച് കേരള സഭയിൽ അന്ന് 2-3 അഭിമന്യ പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന് ഞാൻ വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വൈദികരും ഉണ്ട്. അപ്പോൾ ഇതിൽ 3 മെത്രാന്മാരും അഭിമന്യ പിതാക്കന്മാരും എന്നോട് വലിയ സൗഹാർദ്ദമുള്ള ബന്ധമുള്ള ആൾക്കാരുമാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്നിട്ട് എൻ്റെ ഒരു പ്രസംഗത്തിലെ ഒരു പ്രസ്താവന അതിലൊരു പിതാവ് കോട്ട് ചെയ്തു. ഞങ്ങളുടെ ശുശ്രൂഷ കൂട്ടായ്മയിലുണ്ടായിരുന്ന ഒരാള് കത്തോലിക്ക സഭ ഉപേക്ഷിച്ചു പോയി. കോട്ട മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന ഒരാൾ. അദ്ദേഹം അകത്തോലിക്ക വിഭാഗത്തിലേക്ക് പോയപ്പോൾ ഈ പിതാവ് അന്ന് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കഴിവുകേട് കൊണ്ടോ കുറവ് കൊണ്ടോ അല്ലേ അദ്ദേഹം പോയത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന് കൊടുത്ത മറുപടി, ഈശോയുടെ കൂടെ ഈശോ തന്നെ പരിശീലനം കൊടുത്ത 12 പേരിൽ ഒരാൾക്ക് തെറ്റിപ്പോയെന്ന് മാത്രമല്ല ആത്മഹത്യ പോലും ചെയ്തില്ലേ. അപ്പൊ അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞു, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. യേശുവിന്റെ കൂടെ നടന്നിട്ടും യേശുവിന്റെ തിരുവചനങ്ങളെല്ലാം കേട്ടിട്ടും യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ട് പോലും യൂദാസിന് വീഴ്ച പറ്റിയതുപോലെ ഇന്നും എത്ര നന്നായി നമ്മൾ ശുശ്രൂഷ ചെയ്ത് നേതൃത്വം കൊടുത്തു പോയാൽ തെറ്റുപറ്റും. അപ്പൊ ഈ അടുത്ത ദിവസം കഴിഞ്ഞ കാലത്ത് അഭിമന്യ പിതാക്കന്മാർ 3 പേരും സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് കോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇത് സഭയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ അനേകം പേര് പിടിച്ചു നിന്നത് എവിടെയാണെന്നറിയോ? അവർ യേശുവിൽ ഇടറാതിരുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുക. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തില് നമ്മുടെ ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, അതില് 31 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങള് നമുക്കൊന്ന് നോക്കാം. 31, 33. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 31 മുതൽ 33 വരെ 31 മുതൽ ഉള്ള വചനങ്ങളെ. യേശു അവരോട് പറഞ്ഞു, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. ഞാൻ ഇടയനെ അടിക്കും, ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആ വചനം സഖറിയായുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിലെ 7, 8, 9 വചനങ്ങളാണ്. ഇടയനെ അടിക്കും, ആടുകൾ ചിതറും എന്നുള്ള ആ സഖറിയായുടെ പ്രവചനം യേശുവിന്റെ ഗത്സമൻ സംഭവത്തിൽ സംഭവിച്ചതാണ്. അതുപോലെ തന്നെ യേശു ഈ ശത്രുകരങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട് മരണം വരിച്ചതിനെയും സൂചിപ്പിക്കാം. അത് ഏതു കാലത്തുമുള്ള പല ദുരന്ത സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ യേശുവിന്റെ അതികഠിനമായിട്ടുള്ള പീഡകളുടെ മുൻപ് തന്നെ യേശു അവരോട് പറയുക, ഈ രാത്രി നിങ്ങൾ എല്ലാവരും എന്നിൽ ഇടറും. എല്ലാവരും ഇടറിപ്പോയി. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന മാതാവിന്റെ കൂടെ നിന്നിരുന്ന യോഹന്നാൻ പോലും യേശുവിനെ ശത്രുക്കൾ പിടിക്കുമ്പോൾ യേശുവിന് വേണ്ടി സംസാരിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ തയ്യാറായിട്ടില്ല എന്ന് നമ്മുടെ ബൈബിളിൽ കാണുന്നുണ്ട്. നിശബ്ദനായിരുന്നു. ഒരുപക്ഷെ യേശുവിന്റെ സഹന ബലിയുടെ രഹസ്യങ്ങൾ മാതാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ യോഹന്നാന് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരുന്നിരിക്കാം നിശബ്ദനായിരുന്നത്. കാരണം യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ ഇടറുന്നില്ല, പക്ഷേ ഒന്നും സംസാരിക്കുന്നുമില്ല. യേശുവിനെ വേണ്ടി വാദിക്കാൻ, ഇവരെ നിങ്ങൾ എന്തിനു പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കാൻ, ഇവന്റെ കൂടെ ജീവിച്ച് ഞങ്ങൾക്കറിയാം ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആടുകൾ ചിതറിക്കപ്പെട്ട കൂട്ടത്തിൽ അന്ന് ചിതറിപ്പോയ ഒരാളെ യോഹന്നാനുമായിരുന്നിരിക്കാം.
ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. അപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പത്രോസ് അവനോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് പറഞ്ഞ ആ പത്രോസിന്റെ വാക്ക് അല്പം പൊങ്ങച്ചമായി പോയില്ല, അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസമായി പോയില്ല എന്നൊക്കെ നമുക്കൊരു പക്ഷെ തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മാമോദീസായിലൂടെ യേശുവിന്റെ പ്രിയ മക്കള് ദാസരക്കായി തീർന്നവരാ നമ്മള്, ദാസരായി തീർന്നവരാ നമ്മള്. മാമോദീസായിലൂടെ യേശുവിനോട് ചേർന്ന് നിന്നപ്പോൾ ആ മാമോദീസ വ്രതത്തിലൂടെ ഞാൻ നിന്നിൽ ഇടറുകയില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത്. ഞാൻ ഒരു സന്യാസ സഭയിൽപ്പെട്ട ആളാണ്, വിൻസെന്റ് സഭ. ഞാനും ഇതുപോലെ വ്രതവാഗ്ദാന സമയത്ത് ഞാൻ നിന്നിൽ ഇടറുകയില്ല എന്നാണ് പറഞ്ഞത്. എന്റെ വ്രതവാഗ്ദാനം പൗരോഹിത്യ പട്ടം സ്വീകരിച്ചപ്പോഴും ഇത് തന്നെയാണ് ഞാനും പ്രഖ്യാപിച്ചത്. ഞാൻ ഇടറില്ല. നിങ്ങൾ ഓരോരുത്തരും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും, അൽമായരും പുരോഹിതരും സന്യസ്തരാകട്ടെ, ഈ ഒരു കാര്യത്തിൽ തമ്പുരാന്റെ മുമ്പിൽ വാക്ക് കൊടുത്തിട്ടുള്ളവരാണ്. പത്രോസിനെ പോലെ തന്നെ ഞാൻ ഇടറില്ല, ഞാൻ ഇടറില്ല. അതല്ലേ നമ്മൾ കുമ്പസാരത്തിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനയിൽ ഇനിയൊരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ പോലും സന്നദ്ധനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ ഇടറില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്. പക്ഷേ എത്ര തവണ നമ്മൾ ഇടറിപ്പോയി. അതുകൊണ്ട് പത്രോസ് ആ പറഞ്ഞതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ പ്രകൃതിയും ഇതൊക്കെ തന്നെയാണ്. ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഈ രാത്രി കോഴി കൂന്നതിന് മുമ്പ് 3 തവണ നീ എന്നെ നിഷേധിച്ച് പറയും. അപ്പൊ പത്രോസ് പറഞ്ഞു, നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ പത്രോസ് അന്ന് പിന്നീട് യേശുവിനെ ഇവര് വിചാരണയ്ക്ക് എടുത്തപ്പോൾ, അല്ലെങ്കിൽ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞ് 3 തവണ തള്ളിപ്പറഞ്ഞ് ഇടറിപ്പോയ ചരിത്രം നമുക്കറിയാം. എന്നാൽ വിചാരണയുടെ വേളയിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ, വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, യേശുവിന്റെ കൂട്ടായ്മയിൽ കഴിഞ്ഞിരുന്ന പത്രോസ് യേശുവിനോട് സധൈര്യം ഞാൻ നിന്റെ കൂടെ മരിക്കാൻ പോലും തയ്യാറാണ്, ഞാൻ നിന്നെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ പത്രോസ് ഒരു വേള ഒരു വേലക്കാരി പെണ്ണിന്റെ മുമ്പിലും അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലും യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഇടറിപ്പോയ ചരിത്രം നമുക്കറിയാം. എന്നാൽ ഈ പത്രോസ് തന്നെ പിന്നീട് പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം എന്താ ചെയ്തതെന്ന് ഇപ്പൊ നമ്മൾ ധ്യാനിക്കുന്നത്. എന്തുകൊണ്ടാണ് കാലിടറുന്നത്? കാലുറയ്ക്കാഞ്ഞിട്ടല്ലേ? അപ്പം കാലിടറാൻ കാരണം കാലുറയ്ക്കാഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ കാലുറയ്ക്കുന്നത് എങ്ങനെയായിരിക്കണം? വിശ്വാസം മാത്രം പോരാ, വിശുദ്ധി മാത്രം പോരാ, സമർപ്പണം മാത്രം പോരാ. കാലുറയ്ക്കണമെങ്കിൽ അതൊരു നിരന്തരമായിട്ടുള്ള ദൈവൈക്യ ജീവിതത്തിന്റെ ഒരു ശുശ്രൂഷയാകണം. ജീവിതം മുഴുവനും അതുണ്ടാകണം. ഏത് നിമിഷത്തിലാണ് നമ്മുടെ കാലുറയ്ക്കാതെ നമ്മൾ ബലഹീനത നമുക്ക് പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, എന്നോട് സംസാരിച്ച അധ്യാപകൻ, ഇന്നലെ രാത്രിയിൽ സംസാരിച്ച ആൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ എനിക്ക് ഒരു 3 മണി വരെ ഉറങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം. ഇന്ന് പുലർച്ചെ 3 മണി വരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരു 5 മണി വരെ കിടന്നുറങ്ങി 2 മണിക്കൂർ. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുറിയിലിരുന്ന്, അദ്ദേഹം ജീവിത പങ്കാളി മരിച്ചുപോയ ആളാണ്, ഒറ്റയ്ക്ക് ആ മുറി കഴിയുന്നത്, മകനും കുടുംബമൊക്കെ അടുത്തുണ്ട്, അപ്പുറത്തെ മുറികളുണ്ടെങ്കിലും അദ്ദേഹം ഒരു കാര്യം ചെയ്തു. മുറിയിലിരുന്ന് പ്രാർത്ഥിക്കാനിരുന്നിട്ട്, മാർപ്പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നയാള് അദ്ദേഹം എന്നും ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ഒരു 15 മിനിറ്റ് സ്തുതിക്കും. അദ്ദേഹം 15 മിനിറ്റ് സ്തുതിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ അനുഭവം അദ്ദേഹം എന്നോട് പങ്കുവെച്ചു. അദ്ദേഹം എന്നോട് പറയുകയാണ്, അച്ഛാ, മാർപ്പാപ്പായെ കുറ്റപ്പെടുത്തി സംസാരിച്ച ഞാൻ, എൻ്റെ വിശ്വാസത്തിന് ഇടർച്ചയുണ്ടായി, യേശുവിനുള്ള വിശ്വാസത്തിനും ആത്മീയ ജീവിതത്തിനും ഇടർച്ചയുണ്ടായി. അങ്ങനെയുള്ള ഞാൻ ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനത് പരിശുദ്ധാത്മാവ് പറയുന്നതായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണത്? നീ എന്നിൽ ഇടറാത്തവനാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ്
അതിനെ നിനക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് നിനക്ക് ചർച്ചാ വിഷയമാക്കി നിനക്ക് അനുവാദമുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ സഭയിൽ ഒരു വലിയ തർക്ക വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് ആരും ഒന്നും മിണ്ടരുതെന്നല്ല. പക്ഷേ ഈ മിണ്ടുന്നത് എന്ത് ലക്ഷ്യത്തോടെ ആയിരിക്കണം? യേശുവിനുള്ള വിശ്വാസത്തോടെ ആയിരിക്കണം, യേശുവിനോടുള്ള സ്നേഹത്തോടെ ആയിരിക്കണം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്കാൻഡൽ കൊടുത്തുകൊണ്ടാകരുത്, ഇടർച്ച കൊടുത്തുകൊണ്ടാകരുത്. അതുപോലെ നിഷ്കളങ്ക ആത്മാക്കൾ വളർന്നു വരുന്ന തലമുറയുടെ മുമ്പിൽ വിഷം വെതറിക്കൊണ്ടാകരുത് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടത്തേണ്ടത്. കാരണം ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, പലരും സഭയോടുള്ള സ്നേഹത്താൽ സഭയ്ക്ക് വേണ്ടി വാദിക്കുകയും തർക്കുകയും ചെയ്യുമ്പോൾ, സഭയുടെ സ്വത്തിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സമർപ്പിതരെ കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ, ഈ അടിസ്ഥാന ചൈതന്യം മറന്നു പോവുക. യേശുവിനോടുള്ള ബന്ധവും സ്നേഹവും അത് ശിഥിലമാകുന്നുണ്ടോ? സഭയോടുള്ള സ്നേഹവും ബന്ധവും അത് ശരിയായിട്ട് പോകുന്നുണ്ടോ? അത് ഒട്ടും തന്നെ ഇളക്കി കളയാതെ വേണം. സഭയോടുള്ള സ്നേഹം, സഭയോടുള്ള ബന്ധം, യേശുവിനോടുള്ള ബന്ധം, യേശുവിനോടുള്ള സ്നേഹം അതൊട്ടും കളയാതെ വേണം ഞാൻ ഈ കാര്യങ്ങൾ ഇടപെടാൻ. പ്രത്യേകിച്ച് ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സമരത്തിന് തുല്യമായ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചൊരു പുരോഹിതൻ എൻ്റെ അടുത്ത് അനുദമിച്ച് പിന്നീട് പറഞ്ഞതാണ്, ഒരു ധ്യാനത്തിൽ കൂടിയിട്ട്, ഞാൻ നീതിക്ക് വേണ്ടിയാണ് നിന്നത്. പക്ഷേ നീതിക്ക് വേണ്ടി നിന്നപ്പോൾ ഞാൻ വേറെ പല പുണ്യങ്ങളും മറന്നുപോയി അച്ഛ. അത് നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള അപകടമാണ്. നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി നിന്ന് നമ്മൾ സമരം ചെയ്യുമ്പോൾ വേറെ ചില പുണ്യങ്ങൾ, ഞാൻ വിശദീകരിക്കുന്നില്ല, വേറെ ചില പുണ്യങ്ങൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ സാർ എന്നോട് പറഞ്ഞത്, ഞാന് ആ നിമിഷം മുതൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നിമിഷം മുതൽ എല്ലാ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛൻ, എന്റെ ഈ സംഭവം, എന്റെ ഈ അനുഭവം അച്ഛൻ ഇന്ന് വൈകുന്നേരത്തെ, ഞായറാഴ്ച വൈകുന്നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞുകൊള്ളുക എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം എന്താ സംഭവിച്ചത്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തില് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലാണ്, 10 വരെയുള്ള വചനങ്ങളിലാണ് ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് കാണുന്നത്. പന്തക്കുസ്ത അനുഭവത്തിന് ശേഷം ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരു മുടന്തര സൗഖ്യം പത്രോസ് കൊടുക്കുന്നു. അന്ന് യഹൂദരുടെ ഇടയിൽ കാണപ്പെടാത്ത ഒരു സംഭവം. അപ്പൊ പെട്ടെന്ന് ജനങ്ങളെല്ലാം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് പത്രോസ് ഒരു വലിയ പ്രസംഗം നടത്തി. യേശുവിനെ തള്ളിപ്പറയാൻ മുന്നിട്ട് നിന്നവനാണ്. മറ്റപ്പസ്തോലന്മാർക്ക് ഇല്ലാത്ത ദുരന്തം പത്രോസിനുണ്ടായി. യേശുവിനെ പരസ്യമായിട്ട് അവനെ അറിയില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറയേണ്ടത് ഒരു ദുർഗതി ഉണ്ടായി, ദുരന്തം ഉണ്ടായി, അബദ്ധം പറ്റി. ഈ പത്രോസാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, അഭിഷേകം പ്രാപിച്ചവനായി സധൈര്യം യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അവിടെ 12 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ആ പ്രസംഗം വളരെ ശക്തമായിട്ട് നടത്തിയിട്ട്, അവന്റെ നാമത്തിലുള്ള, യേശുവിന്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം അവന്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യൻ സുഖപ്പെടുത്തിയത്, അവനുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ ഈ മനുഷ്യന് പൂർണ്ണാരോഗ്യം പ്രദാനം ചെയ്തതെന്ന് പറഞ്ഞ് ആ അത്ഭുതത്തിന്റെ എല്ലാ മഹത്വവും ഈശോയ്ക്ക് വിട്ടുകൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. യേശുവിലേക്ക് ആ ജനത്തെ മുഴുവൻ നയിക്കാൻ ഈ പത്രോസിന് സാധിച്ചത് കാല് ഉറച്ചത് കൊണ്ടാണ്. കാല് ഇടറിയത് കൊണ്ടാണ് തള്ളി പറഞ്ഞതെങ്കിൽ കാല് ഉറച്ചത് കൊണ്ടാണ് ഇവിടെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തിയത്. മാത്രമല്ല, പത്രോസ് യേശു വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ, കർത്താവ് ഇത് അങ്ങാണെങ്കിൽ ആ വെള്ളത്തിന് മുകളിൽ കൂടെ നടന്നു വരാൻ എന്നോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ, നീ നടന്നു വാ എന്ന് ഈശോ പറഞ്ഞപ്പോൾ പത്രോസ് വെള്ളത്തിനോട് നടന്നു തുടങ്ങി. പക്ഷേ കാലുറച്ചില്ല, വെള്ളത്തിനടിയിലേക്ക് കാല് താണുപോയി. കാരണം പന്തക്കുസ്ത അനുഭവത്തിലൂടെ കിട്ടിയ ആ ഉറപ്പ് പത്രോസിന് വന്നിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴുണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളുടെ നടുവില് നമ്മുടെ കാലിടറി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാല് ഇടറുക എന്ന് പറഞ്ഞ ആത്മീയ പാദം ചവിട്ടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആത്മാവിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ഈ ഒരു ഇടർച്ച അത് നമ്മുടെ ഉള്ളിൽ വരരുത്. അപ്പൊ നമുക്ക് കാലിടറ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ 10 കൽപ്പന പ്രകാരമുള്ള ഒരു വ്യഭിചാര പാപമോ കൊലപാതക പാപമോ അല്ലെങ്കിൽ മോഷണമോ സംഭവിച്ചാൽ മാത്രമല്ല കാലിടറുന്നത്. മനസ്സുകൊണ്ട് വിശ്വാസത്തിൽ ചഞ്ചലിപ്പ് വരുമ്പോൾ, യേശുവിനെ മനസ്സുകൊണ്ടെങ്കിലും തള്ളിപ്പറയേണ്ടി വരുമ്പോൾ ഇത് സംഭവിക്കും. ഈ 2 ദിവസം മുമ്പ് ഈ കൊറോണ കാലത്ത് ഒരു സന്ദേശപ്രകാരം ഗൾഫിൽ നിന്ന്
ഭാര്യയുടെ മക്കളെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന ഒരു സഹോദരൻ, കേരളത്തിലേക്ക് വന്ന സഹോദരൻ, അദ്ദേഹം ഭാര്യയുടെ മക്കളെ കൂടെ ജീവിച്ചാൽ മതി എന്ന് ഈശോ പറഞ്ഞതുകൊണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പ് നിർദ്ദേശിച്ചതുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് പോയി. അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകേണ്ട സമയമായപ്പോൾ ഒരു 3 മാസത്തെ ബ്രേക്ക് കൊടുത്തു ഒരു തൊഴിലുടമസ്ഥൻ. ഇവിടെ വന്ന് തിരിച്ചു പോകേണ്ട സമയമായപ്പോഴേക്ക് അദ്ദേഹത്തിന് കൊറോണ മൂലം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, ഗൾഫിലേക്ക് പോകാൻ പറ്റിയില്ല. ഇതുവരെ ജോലി തിരിച്ചു കിട്ടിയില്ലെന്ന് മാത്രമല്ല, ജോലി നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, തിരിച്ചു കിട്ടില്ല എന്ന് മാത്രമല്ല, ആ കമ്പനി അവരുടെ മറ്റൊരു സ്ഥാപനത്തിന് അവർ ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ അവിടെയുള്ള തൊഴിലാളികൾ അന്നേരം വർക്ക് ചെയ്തവരെയും കൂടി കൊടുത്തിരുന്നുണ്ട്, അവർക്കൊക്കെ ജോലി കിട്ടി. അന്ന് പോകുന്ന ഇദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. ഇദ്ദേഹം ഈ സന്ദേശം പറഞ്ഞ പ്രയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കുറെ അവരോട് കുറ്റപ്പെടുത്തി സംസാരിച്ചു. അപ്പോ ഈ പ്രയർ ഗ്രൂപ്പിലുള്ള ഇയാളോട് പറഞ്ഞു, നാക്യം പറമ്പിൽ ചെന്ന് കണ്ട് സംസാരിക്കുക, അല്ലെ പനക്കരസിനെ കണ്ട് സംസാരിക്കുക. അപ്പൊ അയാൾ പറഞ്ഞു, കൊറോണ മൂലം എനിക്ക് ഇവരാരെയും കാണാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഇതാ കൊച്ചുമാത്തച്ഛൻ ഇപ്പൊ കേരളത്തിലുണ്ട്, കണ്ട് സംസാരിക്കുക. അപ്പോഴേക്കും ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോയിരുന്നു. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസത്തിന്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ അമേരിക്കയിൽ പോയിരുന്നു. അപ്പം ഞാനിവിടെ ഇല്ല. അപ്പൊ വേറൊരു ധ്യാനഗുരുവിന്റെ പേര് പറഞ്ഞു. അപ്പോൾ അവരാരും തന്നെ ആരെയും കാണാൻ പറ്റിയ സാഹചര്യത്തിലല്ല. ഇദ്ദേഹത്തിന്റെ കാലിടറി, അദ്ദേഹത്തിന്റെ വിശ്വാസത്തില് ഇടിവ് തട്ടി. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ പല ക്രൈസ്തവർക്കും ഉണ്ടായ ഒരു ദുരന്തം അദ്ദേഹത്തിന് ഉണ്ടായി. അദ്ദേഹം നമ്മുടെ ഓൺലൈനിൽ കുർബാന കാണാനുള്ള അവസരമുണ്ട്. നമുക്ക് നമ്മുടെ ഭവനത്തിൽ ഇരുന്ന് ഓൺലൈനിൽ കുർബാന കാണാം, പാപമോചന ആശീർവാദം പ്രാപിക്കാനും അവസരമുണ്ട്. ഈ കഴിഞ്ഞ മെയ് മാസം മുതൽ ഇതുവരെ അദ്ദേഹം ഓൺലൈനിൽ കുർബാനയിൽ പങ്കെടുക്കില്ല, ഒരു പാപമോചന ആശീർവാദം പ്രാപിക്കില്ല. അങ്ങനെയാണ് ഈ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത്, അച്ഛാ എന്റെ ഭർത്താവിനോട് സംസാരിക്കാവോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു, കൊറോണയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഞങ്ങൾ ആർക്കും അങ്ങനെ നേരിട്ട് ഇന്ന് കൗൺസിലിംഗ് നടത്താനായിട്ട് അനുവാദമില്ല. ഞങ്ങളുടെ ഇവിടെ, ഞാനിപ്പോൾ അങ്കമാലി പ്രൊവിൻഷ്യൽ ഹൗസിലാണ് താമസിക്കുന്നത്. ഇവിടെ പ്രായമായ അച്ഛന്മാരുണ്ട്, 10-30 അച്ഛന്മാർ താമസിക്കുന്ന ഒരു കൂട്ടായ്മയിൽ. ഞാനിങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരുമായി കൗൺസിലിംഗ് പാടില്ല, എനിക്കിവിടെ അധികാരികൾ അനുവാദം തന്നിട്ടില്ല, ഞാനത് ചെയ്യാനും പാടില്ലാത്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഫോണിലൂടെ സംസാരിക്കാൻ ഞാൻ സമ്മതിച്ചു, എന്നിട്ട് ഫോണിലൂടെ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഈശോ പറഞ്ഞ ഈ തിരുവചനം മാത്രമാണ്, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. കൊറോണ മൂലം ലോകം മുഴുവൻ ഞെരുക്കത്തിലാണ്, വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായിട്ടുണ്ട്. 4 കോടിയിൽ പരം പേർക്ക് രോഗമുണ്ടായി. അതിൽ 3 കോടിയോളം പേർക്ക് സൗഖ്യം കിട്ടി. അതാണ് 1 കോടിയോളം പേര് ഇനിയും രോഗികളായിട്ട് കിടക്കുന്നു എന്ന് മാത്രമല്ല, ഏതാണ്ട് 11 ലക്ഷത്തിൽ പരം പേര് മരിച്ചു. അപ്പോ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇതുവരെ വാക്സിൻ കണ്ടെത്തിയിട്ടില്ല, വൈറൽ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല. ഗവൺമെന്റിനോ ആരോഗ്യ വകുപ്പിനോ ശാസ്ത്രലോകത്തിനോ ഒരു ഉറപ്പ് നൽകാൻ പറ്റിയിട്ടില്ല. പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട്, പക്ഷെ സമയമെടുക്കുമെന്ന് പറയുന്നു. അതൊന്ന്. പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിക്കുന്നു, കൊടുങ്കാറ്റും ഭൂമികുലുക്കവും ഒക്കെ വർദ്ധിക്കുന്നു. കാലം തെറ്റിയുള്ള മഴ പോലെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, സാമ്പത്തികമായിട്ട് തകർന്നു. ഇങ്ങനെ വലിയ തകർച്ചയുടെ ഒരു ദുരന്തത്തിന്റെ നടുവിൽ നിൽക്കുന്നവര് ഇവിടെ ദൈവത്തിന്റെ സംരക്ഷണയെക്കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചും അവർക്കുണ്ടായിരുന്ന ബോധ്യങ്ങളിൽ ചഞ്ചലിച്ച് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാകുന്നു എന്റെ മുമ്പിൽ വന്ന ആ വ്യക്തിയെ പോലെ. ഞാൻ ഫോണിലൂടെ അദ്ദേഹത്തിന് പ്രത്യാശയുടെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇന്നത്തെ ഈ പ്രസംഗം കേൾക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ അദ്ദേഹത്തിന് ഇതിന്റെ ഡീറ്റെയിൽസ് വ്യക്തിപരമായി തന്നെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഒത്തിരി പേരുടെ വിശ്വാസത്തിൽ ഒരു മരവിപ്പ് വന്നിട്ടുണ്ട്. ഇനി എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഇനി എന്തിനാ കുർബാന പള്ളിയിൽ പോയി പങ്കെടുക്കുന്നത്? കുമ്പസാരം പോലും ഫോണിലൂടെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നടത്താൻ പറ്റും, അല്ലെ പാപമോചനാശീർവാദം കിട്ടുമെന്നൊരു അവസ്ഥയോടെ എന്തിനു അതിന് പോകണം? പള്ളി തുറന്നു, പള്ളികളിൽ ചെറിയ സംഖ്യ ആൾക്കാർ വരാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിൽ പങ്കെടുക്കാനുള്ള മനസ്സില്ലാത്ത ഒരു ഒത്തിരി പേരുണ്ട്. എന്നാൽ അതിതീക്ഷ്ണതയുള്ള കുറെ പേരുണ്ട്. എന്നും അതുണ്ട്. സഭയിലും പഴയ നിയമ സഭയിലും ഒക്കെ ഇതുണ്ടായിരുന്നു. ഒരു വിശുദ്ധ അവശിഷ്ട ഭാഗം, ഹോളി റെമനന്റ് എന്നാ പറയുന്നത്. ബാലിന്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേര് എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് റോമ 11:4 പറയുന്നില്ലേ? അവിടെ പറയുന്ന ആ വിശുദ്ധ അവശിഷ്ട ഭാഗം അതാണിത്. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഉണ്ട്. ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായിട്ടും വിശ്വാസം വർദ്ധിച്ചിട്ടേ ഉള്ളൂ, അവരുടെ വിശ്വാസം പോയിട്ടില്ല.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേരെ എനിക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് വന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ജീവിച്ചില്ലെങ്കിൽ, ഈ സാഹചര്യങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികൾ നമ്മൾ കാലിടറിയെന്ന് വരും. ഞാൻ ഇന്നലെ എന്നോട് ഒരാളൊരു സംഭവം പങ്കുവെച്ചു. ഇന്നലെയാണ് ഞാനത് കേട്ടത്. ഫോണിലൂടെയാണ് എന്നോട് പറഞ്ഞത്. ഒരമ്മച്ചി, വലിയ പ്രശ്നങ്ങൾപ്പെട്ട് ഉടലുന്ന ഒരമ്മച്ചി, തൻ്റെ 2 പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി വികാരിയച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും നാട്ടിലെ ചില സാമ്പത്തിക സ്ഥിതിയുള്ളവരുടെ സഹായത്തോടെ ക്രമീകരണങ്ങൾ വരുത്തി. 2 പെൺകുട്ടികളും ഇരട്ടകളായതുകൊണ്ട് ഒരുമിച്ച് കല്യാണം നടത്തി. അവർ വിവാഹം ചെയ്യുന്നവർ അധികം പണമൊന്നുമില്ലാതെ വിവാഹം ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുകയും ചെയ്തു. 2 പേരും പുറത്ത് ജോലി ചെയ്യുന്നവരാണ്. കല്യാണം എല്ലാം ഉറപ്പിച്ചു, വിവാഹ നിശ്ചയം ഒക്കെ നടത്തി. മനസ്സമ്മതം കഴിഞ്ഞപ്പോഴാണ് ഈ 2 പെൺകുട്ടികളെ കെട്ടാനുള്ള 2 പേരുടെയും മാതാപിതാക്കൾക്കുടെ സൗകര്യം അനുസരിച്ച് നോമ്പുകാലം കഴിഞ്ഞിട്ട് കല്യാണം മതി എന്ന് തീരുമാനം. അപ്പോൾ ഈ അമ്മ വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. കാരണം മാതാപിതാക്കൾ വഴി ഈ ചെറുപ്പക്കാരുടെ വിവാഹം കഴിക്കാൻ പോകുന്നവരുടെ മാതാപിതാക്കൾക്ക് ഈ കർമ്മത്തിൽ പങ്കെടുക്കണം, അതുകൊണ്ട് അങ്ങനെയാകാമെന്ന് തീരുമാനിച്ചു. പക്ഷേ കൊറോണ മൂലം അവരുടെ കൂട്ടുള്ള വരവ് തടഞ്ഞു. ഇതുവരെ അവർ കേരളത്തിൽ എത്തിയിട്ടില്ല. ഈ 2 പ്രതിശ്രുത പരന്മാരുടെയും മാതാപിതാക്കൾ 2 പേരും എത്തിയിട്ടില്ല. 2 പേരും, ഒരാൾ യൂറോപ്പിൽ, ഒരാൾ അമേരിക്കയിലാണ്. അവർക്ക് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ അമ്മ വല്ലാതെ അങ്ങോട്ട് സങ്കടപ്പെട്ട്, അപ്പൊ നാട്ടുകാര് പലരും ഈ അമ്മയോട് പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞതല്ലേ കല്യാണം നേരത്തെ നടത്താൻ, അപ്പൊ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച അമ്മയെ കൊച്ചപ്പെടുത്തി. അമ്മ ഈ ഓൺലൈനിലുള്ള കുർബാനയിൽ പങ്കെടുക്കുമ്പം മുറിക്കകത്ത് ദൈവാലയ സദൃശമായ പവിത്രത വരുത്തുന്ന നിർബന്ധമുള്ള ആളാണ്. 2 പെൺമക്കളും അങ്ങനെ. അൾത്താര പോലെ, ഈ ടിവിയുടെ മുൻവശം അൾത്താര പോലെ ഒരുക്കി അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച്, ബൊക്കയൊക്കെ വെച്ചിട്ട്, പുഷ്പമഞ്ജരി വെച്ച്, പള്ളിയിൽ പോകാൻ ധരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കുടുംബം ഇതുപോലെ പ്രാർത്ഥിച്ച് സന്തോഷിച്ച് പോകുന്ന കണ്ടിട്ട് നാട്ടുകാർക്ക് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവര് വീട്ടിൽ വരുന്നൊന്നുമില്ലെങ്കിലും ഇവരുടെ കുർബാനയുടെ പങ്കാളിത്തം നാട്ടിലൊക്കെ അറിയാം. വികാരിച്ചൻ ഒരിക്കൽ ആ വീട്ടിൽ ചെന്നു. ഈ കൊറോണയുടെ അനുവാദം കിട്ടിയ ശേഷം വികാരിച്ചൻ ആ വീട്ടിൽ ചെന്നു. കാരണം നാട്ടുകാര് പലരും പറയുന്നു ഇവരുടെ വീട്ടില് ഈ കുർബാനയുടെ സമയത്തുള്ള പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് വികാരിച്ചൻ ചെന്നപ്പോ കണ്ടു, ആ വീട്ടിൽ ഒരുക്കി വെച്ച ദൈവാലയം കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പള്ളിയിൽ പോകാൻ അനുവാദം കിട്ടിയ അന്ന് മുതൽ അമ്മയും പെൺമക്കളും പള്ളിയിൽ പോകുന്നുണ്ട്. ഇതുവരെ ഈ കൊറോണയുടെ പേരില് സാമ്പത്തിക സഹായിക്കാമെന്ന് പറഞ്ഞ ഒരാൾ പിന്മാറി. ഈ കൊറോണ മൂലം സാമ്പത്തിക ദുരിതം വന്നപ്പോൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അതിൽ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരന് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി. അപ്പോഴും അമ്മയ്ക്കും ഈ മക്കൾക്കും ഒരു പരാതിയില്ല. പക്ഷെ പ്രാർത്ഥന ശക്തിപ്പെട്ടു. ഞാൻ അവിടുത്തെ എല്ലാ വിവരങ്ങളും പറയുന്നില്ല. ഒത്തിരി ദുരന്തങ്ങളിലൂടെയാണ് ലോകദൃഷ്ടിയിൽ അവർ പോയത്, പ്രതിസന്ധികളിലൂടെയാണ് പോയത്. പക്ഷേ അവരുടെ വിശ്വാസം ചലിച്ചില്ല. കാരണം അവർക്ക് ഈ അടിസ്ഥാന വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്ക് ചഞ്ചലിക്കാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ വേദനയോടെ കാണുന്ന ഒരു കാര്യമാണ്, പല ദൈവാലയങ്ങളിലും കുർബാന വെച്ചാലും അതിൽ പങ്കെടുക്കാൻ ആൾക്കാരില്ല. വിദേശ രാജ്യത്തുള്ള ഒരു പള്ളിയിലെ കാര്യം പറയും. വികാരിച്ചൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ കുർബാന വെച്ചു, പക്ഷേ 50 പേർക്ക് പങ്കെടുക്കാനാണ് അനുവാദമുള്ളത്. 5ഉം 8ഉം പേരാണ് ഇതുവരെ വരുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഞാനായിരുന്നു ഫ്ലോറിഡ സംസ്ഥാനത്തിലുള്ള സംഭവം അല്ല. ഞാൻ അച്ഛനോട് ഒറ്റ കാര്യം പറഞ്ഞു, അച്ഛൻ ദിവസവും കുർബാന എഴുന്നള്ളിച്ച് വെച്ച് 1 മണിക്കൂർ ആരാധന നടത്തുന്നുണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നുണ്ട്. എങ്കിൽ ഈ ആരാധന പകൽ ഏതെങ്കിലും ഒരു സമയത്ത് അച്ഛന് ചെയ്യാൻ പറ്റുമോ? അച്ഛൻ ചോദിച്ചു, എന്തിനാ? ഞാൻ പറഞ്ഞു, ഈ വിശ്വാസികളോട് വരാൻ പറയൂ, അവര് ചിലർക്ക് വരും. അച്ഛൻ വിളിച്ചു പറഞ്ഞ ആദ്യത്തെ ദിവസം 3 പേര് വന്നു.
പിന്നെ ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അത് 10-15 പേരായി. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അത് 30 പേരായി. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ ഇത്രയും കൂടി. ഞാൻ പറഞ്ഞു, ദിവസം 3 കുർബാന അച്ഛൻ ചൊല്ലിക്കൊടുക്കണം. രാവിലെ ഒരു കുർബാന, വൈകുന്നേരം 4-നും 6-നും ഇടയ്ക്ക് ഒരു കുർബാന, അത് കഴിഞ്ഞ് 7 മണി കഴിഞ്ഞിട്ട് 7-നും 8-നും ഇടയ്ക്ക് ഒരു കുർബാന വെക്കുക. അച്ഛൻ പറഞ്ഞു, ജനങ്ങൾ വരുമോ? ഞാൻ പറഞ്ഞു, വന്നാലും ഇല്ലെങ്കിലും അച്ഛൻ 3 കുർബാന ചൊല്ലിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ കേൾക്കാനും കൂടി ഞാനിത് പറയുന്നു. ഈ അടഞ്ഞു കിടക്കുന്ന ദേവാലയങ്ങൾക്കുള്ളില് കരിന്തിരി കത്തുന്ന വിളക്കായിട്ടോ കെട്ടുപോയ വിളക്കായിട്ടോ ഒരു പുരോഹിതനും ഒരു സന്യാസിയും മാറാതിരിക്കാൻ വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനും തയ്യാറാവുകയാണെങ്കിൽ അതിനനുസരിച്ച് വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കും, അവരുടെ അഭിഷേകം വർദ്ധിക്കും. ഈ അച്ഛൻ എന്നോട് വലിയൊരു ആത്മീയ ബന്ധമുള്ള അച്ഛനായതുകൊണ്ട് അച്ഛൻ എല്ലാവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചു, മെയിൽ അയച്ചു. 3 കുർബാന. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഓരോ കുർബാനയിലും 25 പേരായി ആദ്യത്തെ ഒറ്റ മാസം കൊണ്ട് കയറി. 3 കുർബാനയിൽ 25 പേര് വെച്ച്. ഈ അടുത്ത കാലത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇപ്പോൾ 10, 45, 50 പേര് വെച്ച് എല്ലാ കുർബാനയിലും വരുന്നുണ്ട്. ആരാധനയ്ക്ക് 10-100ഓളം പേര് വരുന്നുണ്ട്. ആ പള്ളിയിൽ അവിടുത്തെ അനുവാദമുണ്ട് അങ്ങനെ വരാൻ വേണ്ടി. 2 തവണ ആരാധന ഇപ്പൊ അച്ഛൻ നടത്തുന്നുണ്ട്. രാവിലെ അച്ഛനൊന്ന് നടത്തും, പിന്നെ വൈകുന്നേരം 3ാമത്തെ കുർബാനയ്ക്ക് മുമ്പ് അച്ഛൻ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇടവകയെ ജ്വലിപ്പിക്കാൻ അച്ഛന് പറ്റി. എന്നെ പോലെയുള്ള പുരോഹിതന് ചെയ്യേണ്ട ഇതൊക്കെ തന്നെയാണ്. കൊറോണയുടെ പേരിൽ വാതിലടച്ചിടാൻ നമുക്ക് എളുപ്പമുണ്ട്. പള്ളി അടഞ്ഞു കിടക്കുന്നത് അത് ഒരു കാര്യത്തിൽ ആ അർത്ഥത്തിൽ നിയമം അനുസരിക്കുന്നതാണെങ്കിലും ഈ പള്ളിക്കുള്ളില് ഈ അൾത്താരിയുടെ മുമ്പില് സക്രാരിയുടെ മുമ്പിൽ എരിഞ്ഞു കത്തുന്ന വിളക്കായിട്ട് വൈദികൻ മാറിയെങ്കിൽ, വികാരി അച്ഛനും സന്യാസ വൈദികൻ അടക്കം എല്ലാവരും മാറിയെങ്കിൽ, സന്യാസിനികൾ മാറിയെങ്കിൽ തീർച്ചയായിട്ടും യേശുവിൽ ഇടറാൻ സാധ്യതയുള്ള വിശ്വാസികൾക്ക് ഇടർച്ച ഉണ്ടാവില്ല. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ആ അച്ഛന് അനുവാദമില്ലാത്തതോടെ ഞാൻ സ്ഥലവും പേരുന്നോടെ പറയാത്തത്. അങ്ങനെ അച്ഛൻ ആരുടെയും മുമ്പിൽ ഒരു മാതൃകയായിട്ട് അവതരിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തൊരു വിശുദ്ധന വൈദികൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ പേര് പറയാത്തത്. ചുരുക്കി പറഞ്ഞാൽ പന്തക്കുസ്ത അനുഭവം കിട്ടിയ അപ്പസ്തോലന്മാരുടെ രീതിയിൽ, അതായത് 4-ാം അധ്യായത്തിൽ നമുക്കറിയാം, നേതാക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് വളരെ ശക്തമായിട്ട് 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്. മാത്രമല്ല 4-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങളൊന്ന് ശ്രദ്ധിച്ചു. അപ്പസ്തോലപ്രവൃത്തി 4-ാം അധ്യായം 17 മുതൽ 20 വരെ, ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ആരോട് സംസാരിക്കരുതെന്ന് ഈ അധികാരികൾ അവരെ താക്കീത് ചെയ്തു. അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞ് കേൾക്കണം. ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്ന ദൈവസന്നിധി ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ ധൈര്യം ഇവിടുന്നാ വന്നത്. ഇത് കാലിടറാതിരുന്ന പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷമുള്ള ജീവിതം നയിച്ച പത്രോസ് കൂട്ടിന് പറഞ്ഞതാണ്. ഇനി 5-ാം അധ്യായത്തിന്റെ 40-42 വചനം കൂടി ഒന്നും കൂട്ടിച്ചേർക്കാം നമുക്ക് അതിനോട്. 5-ാം അധ്യായത്തിന്റെ 40-42 വചനങ്ങള്, 40-42 വരെ. അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രകരിച്ചതിന് ശേഷം യേശുവിന്റെ നാമത്തിൽ സംസാരിച്ചു പോകരുത് കൽപ്പിച്ചു. എന്നിട്ട് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ച് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന് മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദൈവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നതിനും പ്രസംഗിക്കുന്നതെന്നും വിരമിച്ചില്ല. ഈ ഒരു വലിയ സാംക്രമിക രോഗം അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധിയുടെ മഹാമാരിയുടെ വേളയില് മരിച്ചോ കിടക്കുന്ന ആത്മീയതയുമായി കഴിയുന്ന എല്ലാവർക്കുള്ള സന്ദേശം ഈ സുവിശേഷത്തിലുണ്ട്. അതായത്, എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. മാർപ്പാപ്പ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്യുമെന്ററിയിൽ ഒരു ചിത്രീകരണം വന്നപ്പോൾ മാധ്യമങ്ങൾ അത് മാർപ്പാപ്പ നൽകിയ പ്രബോധനമായി വ്യാഖ്യാനിച്ചു. 2000 വർഷം പഴക്കമുള്ള സഭയുടെ ഇതുവരെയുള്ള പ്രബോധന മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഇതാ മാർപ്പാപ്പ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മാർപ്പാപ്പ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കാൻ മാർപ്പാപ്പയ്ക്ക് സഭ അനുവാദം കൊടുത്തിട്ടുമില്ല. മാർപ്പാപ്പയുടെ അഭിപ്രായം ഒരുപക്ഷെ പറഞ്ഞിരിക്കാം. അദ്ദേഹം ഇതിനു മുമ്പുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായും പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായും സ്വവർഗ വിവാഹം
പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഔദ്യോഗിക രേഖകളൊന്നും ഉദ്ധരിക്കുന്നില്ല, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു ചിത്രീകരണം വരുമ്പോൾ എന്ത് പെട്ടെന്ന് ഇങ്ങോട്ട് ഇടറിപ്പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി അല്ല മാർപ്പാപ്പ ഇനി നാളെ പറയാന്ന് കരുതട്ടെ, ഇതാണ് എന്റെ അഭിപ്രായം, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ആരുടെ വിശ്വാസം ചഞ്ചലിക്കാൻ പാടില്ല. മാർപ്പാപ്പായ്ക്ക് തെറ്റു പറ്റുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അതിന് കാരണം എന്താ ചോദിച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന മാർപ്പാപ്പായിലല്ല, മാർപ്പാപ്പായെ കണ്ടിട്ടുമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, മാർപ്പാപ്പായെ അല്ല നമ്മൾ അനുഗമിക്കേണ്ടത്. മാർപ്പാപ്പ യേശുവിനെ അനുഗമിക്കുന്നവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് അനുഗമിക്കേണ്ടതെന്ന് മാതൃക കാണിച്ചു തരേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് നമുക്ക് ഇടർച്ചയ്ക്ക് കാരണം കൊടുക്കാതെ നമ്മൾ അപ്പോൾ മാർപ്പാപ്പയ്ക്ക് കൂടുതൽ പ്രാർത്ഥിക്കണം. സഭയുടെ ഔദ്യോഗികമായ നേതൃത്വത്തിൽപ്പെട്ടവരിലൂടെ ദൈവം നമ്മെ നയിക്കുന്നുണ്ട്. കാരണം ദൈവം കൊടുത്ത അധികാരം അവർക്കുണ്ട്. ആ അധികാര സ്ഥാനത്തിരിക്കുന്ന അവരിലൂടെ, അങ്ങനെയുള്ള ആ നേതൃത്വം വഹിക്കുന്നവരിലൂടെ ദൈവം നമ്മളെ നയിച്ചുകൊള്ളും. എന്നാൽ അവർക്ക് തെറ്റോ കുറ്റോ കുറവോ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, അവര് മനുഷ്യരാണ്, മാനുഷിക ബലഹീനത ഉണ്ടായെന്ന് വരാം. അവര് മാർപ്പാപ്പായി, മെത്രാനായി, വൈദികനായി എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കുറവുകളൊന്നും ഇല്ലാത്ത പരിപൂർണരായിട്ടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എല്ലാ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെയുള്ള വ്യത്യാസം, ഈ വിശുദ്ധാത്മാക്കളുടെ വ്യത്യാസം, കുറവുകള്, കുറ്റങ്ങൾ, തെറ്റുകൾ സംഭവിച്ചപ്പോൾ ഉടനെ യേശുവിന്റെ കരുണയിലേക്ക് തിരിഞ്ഞ്, യേശുവിന്റെ ശക്തിയിലേക്ക് തിരിഞ്ഞ്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, പാപമോചനം പ്രാപിച്ച്, വിടുതൽ പ്രാപിച്ച് അവർ യേശുവിന്റെ ശക്തി സ്വീകരിച്ച്, പരിശുദ്ധാത്മ ശക്തി സ്വീകരിച്ചുകൊണ്ട് അവര് ഈ ലോകത്തിൽ മാതൃകാപരമായി ജീവിച്ചു, വീരോചിത സുഹൃതം പാലിച്ച് ജീവിച്ചു, ഹീറോയിക് വെർച്യു പാലിച്ച് ജീവിച്ചു. അവര് മരിച്ച് സ്വർഗത്തിലെത്തിയപ്പോൾ അവർ ഈ ലോകത്തിൽ ജീവിച്ച ജീവിതം അനുകരണാർഹമായ ജീവിതമാണെന്ന് സഭ ഔദ്യോഗികമായി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അവർ നാമകരണം ചെയ്തു. അപ്പം ആ വിശുദ്ധാത്മാക്കളെ നമുക്ക് നോക്കാം, അവരുടെ മാതൃക സ്വീകരിക്കാം. പക്ഷേ നമ്മുടെ നോട്ടം മുഴുവനും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് യേശുവിനെ. മാതാവിന്റെ മധ്യസ്ഥതയില കാനായ കല്യാണ വിരുന്നിൽ അത്ഭുതം നടന്നതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ മാതാവിന്റെ പുറകെ പോകും. അപ്പൊ മാതാവ് അങ്ങനെ ആരെങ്കിലും ചെന്നാൽ തന്നെ പറയും, അങ്ങോട്ട് നോക്ക്, അവൻ പറയുന്ന കേൾക്ക്, അവൻ പറയുന്ന അനുസരിക്കുക. വിശുദ്ധാത്മാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്, ഈശോ പറയുന്ന കേൾക്ക്, ഈശോ പറയുന്ന അനുസരിക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനം നിങ്ങളോട് ഞാൻ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. 1 കൊറിന്തോസ് 10-ാം അധ്യായത്തിന്റെ 12-ാം തിരുവചനമാണ്. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു. ഇപ്പൊ ഇതൊന്നും വിശ്വാസ മേഖലയിൽ ഒരു ഇടർച്ചയ്ക്ക് കാരണമാകാത്ത വിധത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവര്, അവര് വീഴാതിരിക്കാൻ നോക്കണം. കാരണം നമ്മളൊക്കെ ബലഹീനരാണ്. അപ്പോൾ ഇതിൽ സ്കാൻഡലായി ഇടർച്ച സംഭവിച്ച് യേശുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ഗണം. എന്നാൽ യേശുവിൽ നിന്ന് അകന്നു പോകാതെ ഈ ഇടർച്ചയുടെ ഒരു കാരണം ഉണ്ടായപ്പോൾ, ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നൊമ്പരപ്പെട്ട് നിലവിളിക്കുന്ന ഒരു രണ്ടാമത്തെ ഗണം. മൂന്നാമത്തെ ഗണമാകട്ടെ, അവര് ഇതുവരെ ഇടർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ തങ്ങളും ബലഹീനരാണ്, തങ്ങൾക്ക് എപ്പോൾ പോലും തെറ്റുപറ്റാം എന്നുള്ള ബോധ്യത്തോടുകൂടി അവരിങ്ങനെ 1 കൊറിന്തോസ് 10:12 അനുസരിച്ച് ജീവിക്കുന്നു. നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ എന്ന വചനപ്രകാരം അവർ ശ്രദ്ധയോടെ മുന്നേറും. ഈ കൂട്ടത്തിൽ പെടാതെ വേറൊരു ഗ്രൂപ്പുണ്ട്. ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും ഇതൊന്നും എന്നെ ബാധിക്കില്ല. എനിക്ക് 3-4 നേരം ഭക്ഷണമുണ്ട്, എനിക്ക് കിടന്നുറങ്ങാൻ വീടുണ്ട്, എനിക്ക് കുറെ കാലത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ ബാങ്ക് ബാലൻസ് ഉണ്ട്, വരുമാന മാർഗമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എന്റെ ചിന്താവിഷയമല്ല എന്ന് കരുതി ഇൻഡിഫറന്റ് ആയിട്ട് കഴിയുന്നവരും ഉണ്ടായിരിക്കാം. ഞാൻ അങ്ങനെയുള്ളവരെയും കണ്ടു. കാരണം 2 ദിവസം മുമ്പ് ഈ വാർത്തയൊക്കെ പത്രത്തിൽ വന്നതിന് ശേഷം എന്നെ ഒരാള് കണ്ടു. എപ്പോഴാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല. ഈ വാർത്തകളൊക്കെ പത്രത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹം എന്നെ കണ്ടത്. ഞാൻ ചോദിച്ചു, പിന്നെ ഈ കൊറോണയുടെ ഫലമായുള്ള ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ പോകുന്നു? എനിക്കൊരു കുറവുമില്ല അച്ഛാ, ഞാൻ വളരെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു, എന്താ ഉദ്ദേശിച്ച? അപ്പൊ എന്നോട് പറഞ്ഞ, അച്ഛാ, തമ്പുരാൻ അനുഗ്രഹിച്ച എനിക്ക് ആവശ്യത്തിലുള്ള സമ്പത്ത് ദൈവം തന്നു.
അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ബിസിനസ്, ജോലി, വരുമാന മാർഗങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ലേ? അതൊക്കെ കുറവുണ്ട്. പക്ഷേ ഞാൻ വളരെ ബുദ്ധിപൂർവം നേരത്തെ തന്നെ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും, യുദ്ധമുണ്ടായാലും, കമ്പനി പൂട്ടിപ്പോയാലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ പണം കൃത്യമായി ഞാൻ പലയിടത്തും ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട്. എനിക്ക് വാടക ഇനത്തിൽ തന്നെ നല്ലൊരു തുക എല്ലാ മാസവും കിട്ടും. എന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ഇവിടെ പറയുന്നില്ല. അദ്ദേഹം ഈ പ്രസവമൊന്നും കേൾക്കാൻ സാധ്യതയില്ലാത്ത ആളുമാണ്. ഇതുവരെ അദ്ദേഹം ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം ഞായറാഴ്ച കുർബാന പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു പ്രയാസമില്ല. അദ്ദേഹം ഓൺലൈൻ കുർബാന കാണുന്നില്ല. ഒരു വചന പ്രഘോഷണം പോലും അദ്ദേഹം കേട്ടിട്ടില്ല. നിരീശ്വരവാദി ആയതുകൊണ്ടല്ല. അദ്ദേഹം പറയുന്നത്, തമ്പുരാൻ എന്റെ ചങ്കിലുണ്ട്. ഇതൊക്കെ പണ്ടുപോലെ ഞാൻ പറഞ്ഞിരുന്നത്, ഇപ്പോഴല്ല നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. എന്റെ ചങ്കിൽ ഈശോ ഉണ്ട്. ആ ഈശോയോട് ഞാൻ ബന്ധം പുലർത്തി ജീവിക്കുക. ഞാൻ ആളെ കുറ്റം പറയില്ല ആ കാര്യത്തിൽ, അദ്ദേഹത്തിന്റെ ബോധ്യം. പക്ഷേ ചങ്കിൽ ഈശോ ഉണ്ടെങ്കിൽ വേറൊരു കാര്യം അദ്ദേഹം ചെയ്യില്ല. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഈ ജോലികളുമായി ബന്ധപ്പെട്ട, ജോലി ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആശ്രയിച്ച് നിന്നിരുന്ന നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് തൊഴിലില്ലാതെ ദാരിദ്ര്യത്തിൽ കിടന്നിട്ട് തന്റെ സമ്പത്തിന്റെ, സുഭിക്ഷതയുടെ, സമൃദ്ധിയുടെ ഈ ഫണ്ടിൽ നിന്ന് അവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചു, കൊടുത്തോ? ഇല്ല. കാരണം എന്താ? എനിക്ക് ജീവിക്കാനുള്ളത് ഇതെന്റെ കയ്യിലുള്ളത്. എനിക്ക് വലിയ വേദന തോന്നും. ലോകം മുഴുവൻ ഇങ്ങനെ വലിയ ദുരിതത്തിൽ പെടുമ്പോൾ, സഭാ മേഖലയിലും വലിയ ക്രൈസിസ് വരുമ്പോൾ, ഇതൊന്നും എന്നെ ബാധിക്കില്ല, എന്റെ വരുമാനം, എന്റെ കുടുംബം, എന്റെ സുഖം എന്ന് പറഞ്ഞ് മാത്രം കഴിയുന്ന, ഇതിനോടെല്ലാം ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത ചിലരും ഈ ലോകത്തിലുണ്ട്. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇത് കേൾക്കാനിടയാകിൽ അവരോടാണ് ഞാൻ പറയുന്നത്, സമ്പത്ത് ഇഷ്ടം പോലെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മൂഢനായ മനുഷ്യനോട് ഈശോ ഇന്ന് രാത്രി നിന്റെ ജീവൻ എടുത്താൽ ഈ സമ്പാദിച്ചാൽ ആരുടേതാകുമെന്ന ചോദ്യം ചോദിച്ച കർത്താവിന്റെ ചോദ്യം ഒന്ന് കേൾക്കണം. എനിക്ക് ദൈവം തന്ന സമ്പത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞായറാഴ്ച ഈ സായന ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ദൈവം ദാനമായി തന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത് കൊണ്ട് അതിനാ സീസണിന് കൊടുക്കാനുള്ളത് പറഞ്ഞത്. അപ്പൊ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തമ്പുരാൻ എൻ്റെ കയ്യിൽ തരുന്ന സമയമുണ്ട്, എൻ്റെ ആരോഗ്യമുണ്ട്, എൻ്റെ കഴിവുണ്ട്, എൻ്റെ സമ്പത്തുണ്ട്. അത് പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ കാലിടെറിയവരെക്കാളും വലിയ അപകടത്തിലാണ്. നമ്മൾ കാലൊരിടത്ത് ചവിട്ടിയിട്ടില്ല, മണലിൽ ഭവനം പണിത മനുഷ്യന് തുല്യനായിരിക്കും നമ്മൾ. പ്രിയപ്പെട്ടവരെ, സഭയില് നമ്മുടെ ആത്മീയ ജീവിത മുന്നേറ്റത്തിൽ നമ്മളെ ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത പല സംഭവങ്ങളും 2000 വർഷത്തെ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. സഭാചരിത്രം പഠിക്കുന്നവർക്കറിയാം. വ്യക്തികളുടെ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ചില തീരുമാനങ്ങളുടെ, നടപടികളുടെയും തെറ്റുകളുടെ ഫലമായി വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ വിശ്വാസികൾ എന്താ ചെയ്യേണ്ടത്? ഇതിലൊന്നും ഇടറാതെ വിളിച്ചവനോട്, അസ്തിത്വം നൽകിയവനോട്, ഈ അഭിഷേകം നൽകുന്നവനോട് വിശ്വസ്ത പുലർത്തിയിരുന്നാൽ നമുക്ക് തീർച്ചയായും സ്വർഗത്തിലെത്താൻ പറ്റും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും നിങ്ങൾ അതിനുശേഷം മറുപടി ചൊല്ലുന്നത് ട്രിപ്പിൾ ഹല്ലേലൂയ പ്രയർ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. എനിക്കൊരു 5-8 മാസം മുമ്പ് കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. ഒരു പ്രത്യേക നിയോഗത്തിൽ പ്രാർത്ഥന ചൊല്ലിയിട്ട് 3 ഹല്ലേലൂയ വെച്ച് 10 തവണ പറയും. ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയാണ്. അതിന്റെ അർത്ഥം ട്രിപ്പിൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതിയാണ്. ദൈവത്തിന്റെ സ്തുതി എന്നാണ് ഈ ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പം ഹല്ലേലൂയ 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 നിർത്തി 3 തവണ പറയുമ്പോൾ നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്തുതി പറയുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു പ്രാർത്ഥന ചെയ്യും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈശോ മിശിഹായുടെ പാപപരിഹാര ബലിയുടെ അനന്ത യോഗ്യതകളാൽ ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും വാക്കുകളെയും ഭാവനകളെയും ആലോചനകളെയും തീരുമാനങ്ങളെയും നടപടികളെയും വിശുദ്ധീകരിക്കണം. എല്ലാ ആസക്തികളിൽ നിന്നും ദുശീലങ്ങളിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളിൽ സൗഖ്യം നിറയ്ക്കണമേ. എല്ലാ പൈശാചിക പീഡകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അഭിഷേകപൂരിതമാക്കണമേ. എല്ലാ ബന്ധനങ്ങളും അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കണമേ.
ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന വൈദികരെ സിസ്റ്റർ പ്രത്യേകം അവരുടെ സമർപ്പണ ചൈതന്യത്തിൽ നിലനിൽക്കാൻ വളരാനും അനുഗ്രഹിക്കണമേ. എല്ലാ ആത്മാവിനും പ്രത്യേകം ആശീർവദിക്കണമേ. കുടുംബജീവിതക്കാരെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ നിന്റെ സാന്നിധ്യ അഭിഷേകം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി ഇവരുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 16:12 മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണല്ലോ അവരെ സുഖപ്പെടുത്തിയത്. സങ്കീർത്തനം 107:9-20 കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളി, അവിടുന്ന് വചനം അയച്ചവരെ സുഖപ്പെടുത്തി എല്ലാ വിനാശങ്ങളും വിടുവിക്കുകയും ചെയ്തു. മത്തായി 4:23-24 ഈശോ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് എല്ലാ രോഗികളെ ഗലീൽ മുഴുവൻ ചുറ്റും ജനങ്ങൾ യേശുവിന്റെ അടുത്ത് വിവിധ രോഗങ്ങളാലും അപസ്മാര രോഗികൾ ബാധിതരെ കൊണ്ടുവന്നു. ഈശോ അവരെ എല്ലാം സുഖപ്പെടുത്തി. മത്തായി 8:16-17 സായാഹ്നമായപ്പോൾ ജനങ്ങൾ അനേകം പിശാച് ബാധിതരെ യേശുവിന്റെ അടുക്ക് കൊണ്ടുവന്നു. ഈശോ വചനമയച്ച് പിശാചുകളെ ബഹിഷ്കരിക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഇത് യെശയ്യാ അരുളിച്ചത് പൂർത്തിയാകാനാണ്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്, പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. യെശയ്യാ 51:5-6 നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ ദുഷ്കൃത്യങ്ങളെ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഈശോയെ, ഈ രോഗികളെ ആശീർവദിക്കണമേ. നിന്റെ പരിശുദ്ധ രക്തം ഈ ദാസരുടെ മേൽ തളിക്കണമേ. സാമ്പത്തിക ദുരിത മേഖലയിലേക്ക് ഒരു ആശീർവാദം അയച്ച് വിടുവിക്കണമേ. അവർക്ക് സാമ്പത്തികമായ സുരക്ഷിതത്വം നൽകണമേ. ജോലി മേഖലയെ ആശീർവദിക്കണമേ. ബന്ധങ്ങളുടെ മേഖലയിലെ എല്ലാ തകർച്ചകളിൽ നിന്ന് വരെ മോചിപ്പിക്കണമേ. അശുദ്ധ അവിഹിത ബന്ധങ്ങളുടെ മേഖലയിൽ നിന്ന് മോചിപ്പിക്കണമേ. മ്ലേച്ഛതീയ അശുദ്ധിയിൽ നിന്ന് മോചിപ്പിക്കണമേ. എല്ലാ തരത്തിലുള്ള വെറുപ്പ്, വിദ്വേഷ, വൈരാഗ്യ ബന്ധത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. ദൈവരാജ്യത്തിന്റെ ശോഭ കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ബലിയിൽ അനുദിനം പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കാനും ഇവരെ പഠിപ്പിക്കണമേ. നല്ല വിശ്വാസ ദാർഢ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരുടെയും ജീവിതത്തില് വചനം പ്രകാശം തൂകുന്ന വിളക്കായി നിൽക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.